അതെ, ഇതൊരു ചിരങ്ങയാണ്. ഇത് പരിപ്പിൽ ഇട്ടിട്ട് കറി വെക്കും, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ഇതിനെ തോരൻ വെക്കാൻ പോവാണ്. ഇതിനെ തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അഭിപ്രായം പറയണം. ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ തൊലി ഇതേപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ കുറച്ച് തൊലിക്ക് ചെറിയൊരു കട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഈ തൊലി അങ്ങ് കളഞ്ഞ് കളയുന്നത്. പിന്നെ തൊലി കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്കിത് തികച്ചും കട്ട് ചെയ്ത് തൊലി കളഞ്ഞെടുക്കാം. കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം വലിപ്പമുള്ള ഉള്ളി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ചവറ് പോലത്തെ സാധനമുണ്ട്, അത് കളയാണ്. അത് നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കളയാം. ഇങ്ങനെ കളഞ്ഞിട്ടാണ് തോരൻ വെക്കാനും എന്തിന് കറി വെക്കാനും എല്ലാം എടുക്കാം. ചിലത് മുഴുവൻ ഇങ്ങനെ വിത്തടക്കം ചെയ്യും, പക്ഷെ നമ്മളിങ്ങനെ ചെയ്യാം. നല്ല രസമല്ലേ? ഞാൻ ഇതിൽ ആവശ്യമുള്ള ഉള്ളിയും സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇതും അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം നമുക്ക് തേങ്ങയാണ്. പക്ഷേ തേങ്ങ ചെറുക്കാൻ എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ തേങ്ങ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കണ്ടോളെ. ഇതേപോലെ തേങ്ങ എടുത്തിട്ട് തേങ്ങ ഇങ്ങനെ നമ്മളിവിടെ പൂളുക എന്ന് പറയും. അയ്യോ എൻ്റെ കൈ കുത്തിപ്പോയി. ഞാൻ ചെയ്യണം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിങ്ങ് എടുക്കും. അപ്പോൾ അത് പണി വേഗം കഴിയും. തേങ്ങ ചിരകാൻ എനിക്ക് കുറച്ച് മടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യും. തേങ്ങ ചിരകാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആവശ്യമുള്ള തേങ്ങ ഒന്ന് പൂളിയെടുക്കുക, എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൈക്ക് തട്ടിപ്പോറ് എൻ്റെ കൈക്ക് തട്ടി ചോര. ഞാൻ ഇതുപോലെ തേങ്ങ പൂളി എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്താണ്. നമ്മൾ തേങ്ങ ചിരകുന്നതിനേക്കാളും നല്ല ചെറുതായിട്ട് കിട്ടും. ഞാനിതുപോലെ എടുക്കൽ. നമുക്ക് ഈ തേങ്ങ അതിലിടാം. ഉള്ളിയും കട്ട് ചെയ്തതിലേക്ക് തേങ്ങ ആവശ്യത്തിന്. തേങ്ങ കുറച്ച് കൂടുതലിടണം, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ. അതുകൊണ്ട് ആ തേങ്ങ മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഞാനിതിലേക്ക് 3 പച്ചമുളക്, ഇത് ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് റൗണ്ടിലല്ല ഇടുക, നീളത്തിലാണ് ഇടുക. കാരണം പച്ചമുളക് കടിച്ചു പോയി കുട്ടികളുള്ളതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ട് 3 എണ്ണം. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതിൽ 3 എടുത്തത്. നിങ്ങൾ ആവശ്യം എരിവ് നോക്കിയിട്ട് എടുത്തോളാം. ഇതിൽ ആവശ്യം ഞാനൊരു അര സ്പൂണില്ല അത്ര ഉപ്പെടുത്ത് മുഴുവൻ ഇടുന്നില്ല. ഉപ്പ് നോക്കിയിട്ട് ഉപയോഗിക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ പൊടിയാണ് വേണ്ടത്. കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട്. അത് പചയനൊക്കെ അറിയാൻ പറ്റുമല്ലോ. ആവശ്യത്തിന് മഞ്ഞൾ പൊടി. ഞാൻ ഇതിലേക്ക് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വലിയ കറിവേപ്പില, മഴയത്ത് ഇപ്പോൾ തളർത്ത് വരുന്ന നല്ല വലുതായിരിക്കുമല്ലേ. അങ്ങനെ ഞാൻ പിച്ചിട്ടാണ് ഇടുന്നത്. ഇത്ര കറിവേപ്പില എടുത്തിട്ടുണ്ട്. വലിയ കറിവേപ്പില വേണ്ട, നമ്മൾ തന്നെ കറിവേപ്പില, നാടൻ കറിവേപ്പില. ഞാൻ ഇതിനെ പിച്ചി ഇടുന്നുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. കാരണം ഇതെല്ലാം ഇതിന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ പാത്രത്തിൽ നിറയുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതിനെ ഈ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പച്ചക്കറിയാകുമ്പോൾ ഞെരണ്ടി വെക്കണ്ട, പക്ഷേ ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഞെരണ്ടി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഇതിലായിട്ട് വരും. എല്ലാം നല്ലോണം ഞെരണ്ടിയില്ലേ. ഇനി ഇതിങ്ങനെ ഒന്ന് പച്ചക്ക എടുത്തിട്ട് ഇതിങ്ങനെ നമ്മൾ നല്ലോണം ഞെരണ്ടി 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് പച്ചക്ക എടുത്ത് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. ഈ ഉപ്പും എരിവൊക്കെ വെച്ചിട്ട് ഞാൻ കഴിക്കലുണ്ട്. ഇതിങ്ങനെ ഞെരണ്ടിയിട്ട് കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, എന്തോ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത്ര തന്നെ. കുറച്ച് മുന്നേ വെച്ച ചുരങ്ങ പരക്കി വെച്ചില്ലേ, അത് നമ്മൾ കല്ലെടുപ്പിലാണ് ഉണ്ടാക്കിയത്. നല്ല മൺചട്ടിയിൽ കരിയിലുണ്ട്. അപ്പം വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ആർക്കും എവിടെയും പോകാനില്ല, അപ്പോൾ സമയമുണ്ട്. അതുകൊണ്ട് സമയമില്ലെങ്കിൽ നമ്മളിതൊന്നും ഗ്യാസിലേ ചെയ്യലുള്ളൂ. സമയമുള്ള ദിവസം മാത്രം ചട്ടിയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറെ ഉണ്ടാവും. നമ്മൾ വിറകടുപ്പിൽ ചെയ്യാൻ പോവാണ്. മൺചട്ടി വെച്ചു. പിന്നെ നമ്മൾ ചട്ടി ചൂടയാ, ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിടാം.
കടുക് കൂട്ടി ഇത് 3ഓളം ചുവന്ന മുളകാണ് 3 ചുവന്ന കട്ട് ചെയ്ത് വെച്ച് അത് ഇടുന്നുണ്ട്. കഴുകിയിട്ടാണ് കട്ട് ചെയ്ത് മുളക് പല സ്ഥലത്തുനിന്ന് വരുന്നതല്ല, അതുകൊണ്ട് ഞാൻ വാടി വന്ന് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചെറുങ്ങയില്ലേ ഉപ്പും മഞ്ഞളും പെരക്കി വെച്ചോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് എല്ലാവരും ചോദിക്കും ഇത് സ്പൂൺ കൊണ്ടായിക്കൂടെ, പക്ഷെ എനിക്കിത് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാനാണ് ഇഷ്ടം. ചൂടൊന്നും കൈക്ക് നമുക്ക് ചൂട് തട്ടേ ഇല്ല. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. എല്ലാവരും ചോദിക്കും കൈ പൊള്ളൂല, പക്ഷെ നമുക്ക് കൈ പൊള്ളൂല, നമ്മൾ ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്യാൻ പൊള്ളൂല. ഇനി ഇത് കുറച്ച് സമയം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കാം. നമ്മൾ ഇത്ര ഇത് ഈ പാത്രത്തിലുണ്ടായല്ലോ ഇതിലായിക്കോട്ടെ ചോദിച്ചാൽ ഇത്ര വെള്ളമാണ് ചോദിച്ചാൽ. സ്പൂണുണ്ട്, സ്പൂൺ ഇല്ലായിട്ടല്ല, പക്ഷെ കൈ കൊണ്ടാകുമ്പോൾ അതൊരു എനിക്കതൊരു ശീല ഇതായിപ്പോയി, അതുകൊണ്ടാണ് സ്പൂൺ ഇടേണ്ടത്. ആരും തരുന്ന സ്പൂണില്ലാതെ നമുക്കിങ്ങനെ ഒരു 10 മിനിറ്റ് വേവാൻ വെക്കാം. ഇത്രയേ വേണ്ട. ഇത് 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായ ചൂടായതിന് വെന്തതിന് ശേഷം നല്ല വെള്ളമെല്ലാം വറ്റി കുറച്ച് വെള്ളം നമുക്ക് ഇതിന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം വെന്ത് ചട്ടിയിൽ വെക്കുമ്പോൾ ചട്ടിയിൽ വെച്ച ഭക്ഷണം കഴിക്കാൻ വേറെ തന്നെ ഒരു രസം. അതുകൊണ്ടാണ് ഞാൻ സമയമുള്ള ദിവസങ്ങളിൽ അങ്ങനെ സ്ഥിരമായി പിടിപ്പിച്ച അടുപ്പൊന്നുമില്ല, ഇത് പുതിയ ഇഷ്ടമില്ല, വെറുതെ എടുത്ത് വെച്ചിട്ട് അടുപ്പാക്കുന്നത്. നമ്മൾ അടുപ്പിൽ ആക്കലില്ല, ഇങ്ങനെ സമയം കിട്ടുന്ന ദിവസം മാത്രമേ അടുപ്പിലാക്കലുള്ളൂ. അപ്പോൾ ഇത് വറ്റി വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എല്ലാ പാചകവും അടുപ്പിൽ തന്നെ ചെയ്യാം. കറീൻ്റെ കഷ്ണമെല്ലാം എടുത്ത് വെച്ചാൽ അപ്പോൾ അതെല്ലാം അടുപ്പിൽ തന്നെയാണ്. സമയമുള്ളപ്പോൾ വിറകുണ്ട്, അപ്പോൾ അത് ചെയ്യും. നമ്മളിതായിട്ടുണ്ട് കണ്ടില്ല, ഒന്നും ഉടയാണ്ട് എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നല്ല ടേസ്റ്റുള്ള സാധനം. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, അഭിപ്രായം പറയാം.